ഗൈസ് ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും സ്നേക്കഡ് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പം വീഡിയോ ഇട്ടിട്ട് ഒരു 7-8 ദിവസമായി. കുമരകത്ത് പോയിട്ട വീഡിയോ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ. നമ്മുടെ ബ്ലൂ സ്നേക്കഡ് പിടിക്കും, നമ്മുടെ നീലവാഹ എന്നൊക്കെ പറഞ്ഞ മീനെ പിടിക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ വരാലിനെ പിടിക്കാൻ വേണ്ടി ഒരു പുതിയ ഫ്രോഗും മേടിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഫ്രോഗ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജയൻ്റ് എന്ന് പറയുന്ന ഫ്രോഗാണ്, നാച്ചുറൽ ഫ്രോഗിൻ്റെ ജയൻറ്റ്. അടിപൊളി ഒരു ഫ്രോഗാണ്, ഒരു ചെറിയൊരു തവളയെ കണക്കൊക്കെ ആയിരിക്കുന്നത്. നല്ല രസമാണ് കാണാനും, നല്ല റിസൾട്ടും ഉള്ളൊരു ഫ്രോഗാണ്. കുറച്ച് മീൻ എനിക്ക് അത് ഒരു സ്പോട്ടിൽ നിന്ന് കുറച്ച് കിട്ടിയായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടുപുറയിലെ തോട്ടിൽ നമുക്കൊന്ന് എറിഞ്ഞ് നോക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ആക്ടിവിറ്റി ഉണ്ട്, ഇതാകണ്ട. അപ്പം ഞാൻ ഫ്രോഗ് കാണിച്ചു തരാം. ഇതാണ് ഫ്രോഗ്, നാച്ചുറൽ ഫ്രോഗ് ജയൻ്റ് എന്നാണ് പേര് കേട്ടോ. അതെ, നാച്ചുറൽ ഫ്രോഗ് ജയൻ്റ്. ഫ്രോഗിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഗ്രാം ആട്ടോ ഫ്രോഗ്. 5 സെൻറ്റിമീറ്ററാണ്, 5 സെൻറ്റിമീറ്ററേ ഉള്ളൂ ഫ്രോഗ്. ഫ്രോഗിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 430 രൂപയുടെ ഫ്രോഗ്. ഇന്ത്യൻ ഏഷ്യൻ കമ്പനി കേട്ടോ. ജസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചിടാം. അപ്പം ഇതാണ് ഫ്രോഗ്. എന്താ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വെളുപ്പിനെ 2-3 കാസ്റ്റിങ് ചെയ്തായിരുന്നു. ഒരു വരാൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് അടിച്ച് തെറിച്ചത് ഇങ്ങോട്ട് പോയി. കാരണം നമ്മളിത് ഇവിടെ നിന്നാണ് കാസ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് എറിഞ്ഞ് സൈഡിൽ എത്തിയപ്പോൾ വരാൽ ഈ മൂട്ടി നിൽപ്പുണ്ടായിരുന്നു. വരാൽ ഇവിടെ എടുത്തിട്ട് പോകുന്നത് പോലെ ഇങ്ങനെ കണ്ടു. ഇതാണ്ടൊരു വരാൽ, ഇത് എടുത്തിട്ട് പോകുന്നു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണും, ഇവിടെ ഒരു വരാൽ എടുത്തിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ കാസ്റ്റ് ചെയ്തത് അവിടെ നിന്ന് എറിഞ്ഞത് ഈ സൈഡ് എത്തിയപ്പം വരാലടിച്ച്. അപ്പം ഇത് ഇവിടെയൊക്കെ വരാൽ നിൽപ്പുണ്ട് കേട്ടോ. മറ്റേ വിയറ്റ്നാമി വരാലാട്ടോ. ഈ സൈഡിലൊക്കെ വരാൽ നിൽപ്പുണ്ടായിരുന്നു. ഈ വാഴയടക്കം ഒക്കെ വരാൽ നിൽപ്പുണ്ടായിരുന്നു. ഒരു വരാൽ അവിടെ ഏറെടുത്തു. അവിടെ ഒരു വരാൽ പൊങ്ങി. പിന്നെ നമ്മൾ ഈ തോട്ടിൽ ഒരുപാട് വരാലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളമെല്ലാം വറ്റിയ സമയമാണ്. നടുക്കുന്നൊക്കെ വെള്ളം പറ്റി. ഇപ്പോൾ സൈഡിൽ കുറച്ച് വെള്ളമുള്ള ഏരിയ. ഇപ്പം മീനുകളെല്ലാം കൂടി ഇവിടെ വരും. ഈ ഭാഗത്ത് മീനൊന്നും ഇപ്പോൾ ഈ ഇത്രയും ചുറ്റുപാടത്ത് മീൻ ഇപ്പോൾ അവിടെ നിന്നൊരു സൈസ് വരാൽ ഫോളോ ചെയ്ത് വന്നത്, പക്ഷെ അത് അടിച്ചില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു ദിവസം വീഡിയോ എടുക്കാം. ഈ ഫ്രോഗ് കൊണ്ട് ഇന്ന് വരാൽ പിടിക്കാം. ഫ്രോഗ് ഉണ്ടോ, കറക്റ്റ് ഒരു തവളയെ കണക്കാം, ഒരു മഞ്ഞ കളറാണ് വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ സ്പിന്നർ എന്ന് പറഞ്ഞാൽ പുതിയ ടൈപ്പ് സ്പിന്നറാണ് വന്നിരിക്കുന്നത്. നല്ല ആക്ഷനും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് പോകും. നമ്മൾ കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് വരാൽ വിട്ടുപോകുന്ന വീഡിയോ നിങ്ങൾ ജസ്റ്റ് കണ്ടു പോകും. നമുക്ക് ഹുക്കപ്പ് കൊടുക്കാൻ പറ്റില്ല ഈ സൈഡിൽ നിന്ന് അടിച്ചത് കൊണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും. കഴിച്ചത് ഇവിടെ 2 വരാൽ നിൽപ്പുണ്ട്. എൻ്റെ മോനെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു വരാൽ നിൽപ്പുണ്ടായിരുന്നത് ഈ സൈഡിൽ. കാരണം അവൻ അങ്ങ് ഓടി വന്ന വരാല ഈ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അടിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാധനം അടിച്ചത് ഇങ്ങോട്ട് തന്നെ പോയി. കാരണം നമുക്ക് ഈ സൈഡിൽ നിന്നായതുകൊണ്ട് അത് ഉക്കപ്പ് കൊടുക്കാൻ പറ്റിയില്ല. പെട്ടെന്നുള്ളൊരടിയായിരുന്നു. നമ്മുടെ ജയൻറ്റിൻ്റെ ഫ്രോഗിലായിരുന്നു അടിച്ചത്. കണ്ടോ, കിട്ടേണ്ട മീനാണ്. കുറച്ചും കൂടെ നമ്മൾ നല്ലപോലെ മാറി നിന്നിരുന്നു. നമ്മൾ ഈ പറ്റ കഴിക്കുന്നത് കണ്ടോ, കുറച്ചും കൂടെ മാറി നിന്നിരുന്നേ ആ വരാലിനെ കിട്ടിയേനെ. അത് പോയി, എൻ്റെ ഭാഗ്യം. അതുകൊണ്ട് അവിടെ ഒരു വരാൽ വെട്ടി. ഇവിടെ നല്ല ആക്ടിവിറ്റി ഉണ്ട്. നമ്മുടെ വീടിൻ്റെ പുറകിൽ തോടാ. നമുക്ക് നോക്കാം വല്ലതും കിട്ടുവാന്നിനി. ഗൈസ്, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാം. നമ്മുടെ ഫ്രോഗിലോറ് വന്നപ്പോൾ ഒരു വരാലും കൂടെ പുറകെ വന്നിട്ടുണ്ട്. വരാലിന് തൊട്ടടി നിൽപ്പുണ്ട്. ഒരു കറുത്തൊരു സാധനം കാണുന്നുണ്ട്, അത് വരാലാണ് കേട്ടോ. പക്ഷെ അവൻ എന്താണെന്ന് അറിയത്തില്ല, അവൻ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. ഗൈസ്, ഒരു വരാലടിച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ജയൻറ്റിൽ അടിച്ചത്. ജയൻറ്റിൽ
ചെറിയ വരാല. ഓ കണ്ണ് പോയി ഗൈസ് ആശാൻ്റെ. നാടൻ വരാല, അതുകൊണ്ട് നമുക്ക് എടുക്കാം. കണ്ണും പോയി ആശാൻ്റെ. നമ്മുടെ ജയൻ്റ് ഫ്രോ ജയൻറ്റിലൊരു വരാലടിച്ചിട്ടുണ്ട്. ഒന്ന് ലോങ്ങിൽ നിന്ന് അടിച്ചത് കേട്ടോ. വരുന്നുണ്ട്, സൈഡിലോട്ട് വരുന്നുണ്ട്. ഇതാ കുഴപ്പമില്ലാത്തൊരു വരാലി എന്ന് പറയാം. അപ്പം നമ്മുടെ ജയൻറ്റിൻ്റെ ഫ്രോഗ് ആയിരിക്കുന്നു. ഇതാ ഗൈസ്, നമുക്ക് ജയൻറ്റിൽ അടുത്ത വരാലി രണ്ടാമത്തേനെ കിട്ടിയിട്ടുണ്ട്. ജയൻറ്റ് ഫ്രോഗ് ഉണ്ട്. അതെ ഗൈസ്, നമുക്ക് ജയൻറ്റിൽ മൂന്നാമത്തേനെ കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി വലിയ വരാലതാ കണ്ട. എൻ്റെ മോനെ, ഇതാ നാലാമത്തെ വരാലി നമ്മുടെ ജയൻറ്റിൽ. സൈസ് വരാലോ കേട്ടോ, ഒന്നും പറയാനില്ല. ഗൈസ്, നമുക്ക് ഇവിടുന്ന് ഒരു വരാലടിച്ചു. പക്ഷേ സ്ട്രൈക്കിൻ്റെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവനെ പൊക്കി എടുക്കുന്ന വീഡിയോ കിട്ടില്ല. അന്നേരം ക്യാമറ ഓഫ് ആയിപ്പോയി. വരാലിനെ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം വലിയ വരാല. ഇത് കഴിഞ്ഞ് നമുക്ക് വരാലിനെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ ഫ്രോഗ് കേട്ടോ, വരാല് പിടിക്കാൻ ബെസ്റ്റ് സാധനം. ചേർമീനും വരാലും. അപ്പോൾ നിങ്ങൾ ഇതേത് ഷോപ്പിലുണ്ടെങ്കിലും പോയി മേടിച്ചോ. ഇത് ജയൻ്റ് എന്നാണ് ഈ ഫ്രോഗിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അതേ കിട്ടിയ വരാലിനെ കാണിച്ചത്. അത്യാവശ്യം നല്ല വലിയ വരാലൊക്കെ വേറെ കിട്ടിയത് കേട്ടോ. ഇതാ നമുക്ക് കിട്ടിയ വരാലുകളാണ് ഇതൊക്കെ. ഇവൻ്റെയൊക്കെ സൈസ് കണ്ട. 1 2 3 4 5 വരാൽ നമുക്ക് മൊത്തം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രോഗ് താണ്ട. ഇതാ കണ്ട. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലുള്ള ഫിഷിംഗ് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഗിവ് അവേ ഒക്കെ കൊടുക്കാം കേട്ടോ. നമുക്ക് കിട്ടിയ വരാലിനതാ കൊടുക്കാനായിട്ട് വന്നിരിക്കുക. കുളഞ്ഞിട്ടു. എത്ര കിലോ ഉണ്ട് നോക്കാം. 2.5 കിലോ കിട്ടത്തില്ല. അതെന്താണ് അങ്ങനെ അത് ക്യാമറ കിട്ടില്ല. ട്രാൻസിൻ്റെ ലൈറ്റ് ആണോ? ഇപ്പോൾ 2.5 കിലോ വരാലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കാൻ മതിക്കുന്ന പറഞ്ഞാൽ ചെമ്പക്കുളം പാലം ഇറങ്ങുമ്പം കഥയുടെ പേരെന്ത് വരുന്നു? ഫിഷ് വേൾഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പാട്ടോ. ചെമ്പക്കുളം പാലം ഇറങ്ങി പള്ളിയുടെ അവിടുന്ന് കുറച്ചും കൂടെ നിങ്ങൾ AC റോഡ് കയറുന്ന റോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാലിനൊക്കെ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം വരാലിൻ്റെ പൈസ വരും. അപ്പം നമ്മുടെ വരാൽ 2.5 കിലോ ഉണ്ടായിരുന്നു. 2.5 കിലോ വരാലിനെ കൊടുത്തപ്പോൾ എത്ര രൂപ കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തല്ലേ മീനൊക്കെ ഇടുന്നത്. ഇത് സിലോപ്പിയൊക്കെ ഉണ്ടോ? ഇത് കേട്ടോ, ഇവർ സിലോപ്പിയനൊക്കെ ഇടുന്ന ഇതിനകത്ത്. പിന്നെ നമുക്ക് വാളയെ കാണിച്ചു തരാം. വരാലുകളെ ഇതേയില്ല കേട്ടോ കൊണ്ടിടുന്നു. അവിടെ കിടക്കുന്നുണ്ടോ വരാല്? കുറേ വരാൽ കിടപ്പുണ്ട്. അപ്പം വലിയൊരു ടാങ്കാണ്. അവിടെ ഉണ്ട് ഒരു ടാങ്ക്. അതേലെന്ത് മീനാണെന്നറിയില്ല. ജസ്റ്റ് അതും കൂടെ കാണിച്ചു തരാം. ഇതേൽ ഇതാണ്ട സിലോപ്പി തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് വരാലിനെ കൊടുത്ത് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വരാലിനെ കൊടുത്തത് കിട്ടിയെന്ന് പറഞ്ഞാൽ 700 രൂപ കിട്ടി.